വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 33-ാം തിരുവചനം. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് പറയുന്ന വാഗ്ദാന വചനങ്ങളാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ജനിക്കാൻ പോകുന്ന ശിശു യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും. യാക്കോബിൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ജനതയാണ്. യാക്കോബിൻ്റെ 12 ഗോത്രങ്ങളിൽ നിന്നും ജനിച്ചു വളർന്ന സന്തതികൾ. എന്നാൽ പൗലോസ്ലീഹ പറയുന്നു, റോമ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ ജഡപ്രകാരമുള്ള മക്കളല്ല യഥാർത്ഥ സന്താനങ്ങൾ, വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കൾ. അങ്ങനെ വരുമ്പോൾ വാഗ്ദാനപ്രകാരം ജനിക്കുന്ന മക്കൾ എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്താൽ ജനിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിക്കുക വഴി വിശ്വാസത്തിൽ നിന്നും ജനിക്കുന്ന മക്കളാണ്. അത് തിരുസഭയാണ്, സഭയാണ് യഥാർത്ഥ ഇസ്രായേൽ. ആകയാൽ അവൻ യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ ഭരണം നടത്തും എന്ന് പറഞ്ഞാൽ സഭയുടെ മേൽ അവൻ ഭരണം നടത്തും. വാഗ്ദാനപ്രകാരം ജനിക്കാനിരിക്കുന്ന ദൈവമക്കളുടെ ഭവനത്തെ അവൻ ഭരിക്കും. ഈ ഭവനമാകട്ടെ നല്ല ശാഖയിൽ നിന്നും ജനിച്ചു വളർന്ന, അതായത് ഇസ്രായേലിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച ആളുകളുടെയും കാട്ടൊലിവിനെ നല്ല ഒലിവിനോട്, ഒലിവിൻ്റെ ശാഖയോട് ഒട്ടിച്ചു ചേർത്ത റോമ 11:8 അപ്രകാരം മക്കളായി തീർന്നവരും അടങ്ങുന്ന വിജാതീയരിൽ നിന്നും ഇസ്രായേൽക്കാരിൽ നിന്നും വിശ്വാസം വഴി രൂപപ്പെട്ട ദൈവഭവനത്തിന്മേൽ അവൻ ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കാരണം അവൻ കർത്താവാണ്. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അത് മനുഷ്യൻ്റെ സ്വാഭാവികമായ അവസാനത്തോടു കൂടി അവസാനിക്കുന്നതല്ല. സാധാരണ ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ പിന്തുടർച്ചക്കാരനുണ്ടാകുന്നു. എന്നാൽ ഇവൻ എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.